അപ്പോൾ ആദിലും നോറയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവര് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷർഗാവി എന്താ വായിക്കൊള്ളത്തുന്നു ഷർഗാവി പാക്കേജ് എന്ന് പറഞ്ഞിട്ട്. ജംഷീദ് അല്ലേ? ജംഷിദ് മലപ്പുറക്കാരനാണ്. സോറി ടു സേ ദിസ്. ഞാൻ മലപ്പുറക്കാരനായതുകൊണ്ട് മലപ്പുറത്തു നിന്നുള്ള വേറൊരു എന്താ പറയാ, ഇങ്ങനത്തെ ഉടായ്പ ന്യൂസുകൾ വരുമ്പോ ഒരു വിഷമം. അതായത് ഇങ്ങനെ മലപ്പുറം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മള് മലപ്പുറക്കാര് ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ളവരാണ്, നിങ്ങൾ ആരും പറ്റിക്കില്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരു ഉടായ്പ കേൾക്കുമ്പോ ചെറിയൊരു വിഷമം. സ്നേഹമുണ്ടല്ലേ? ഓക്കെ, അപ്പൊ കാര്യത്തിക്ക് വരാം. സംഗതി ഈ ടൂർ പാക്കേജ്, ലോജിസ്റ്റിക്സ് അങ്ങനെയൊക്കെ ഈ ഷർഗാവി എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പേരിൽ ജംഷീദ് എന്ന് പറഞ്ഞ മലപ്പുറത്ത് പട്ടിക്കാടല്ലേ, പട്ടിക്കാട് കോളേജിന്റെ ഒക്കെ അടുത്താണ് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞോ? കോളേജിന്റെ പേര് പറഞ്ഞോ? അപ്പൊ എന്താണെങ്കിലും ആളിപ്പോ കൊച്ചിയിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിന്റെ അടുത്ത് കാക്കനാട് അല്ലേ, ആ ഏരിയയിലാണ് ആളുടെ കളി. തൃക്കാക്കര ഭാഗത്തൊക്കെയാണ് ആളുടെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇങ്ങനത്തെ പാക്കേജുകൾ പറയും, കൺവിൻസ് ചെയ്യും ആൾക്കാരെ പറ്റി. അതായത് ഇപ്പൊ ഇവരെ പോലുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഫേസുകളെ ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകും. ഇവരിലൂടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് ആൾക്കാരെ പറ്റി. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എത്ര കേസാണ് വന്നത്? ഞങ്ങളുടെ അടുത്ത് അങ്ങനെ അത്ര വന്നിട്ടുണ്ട്. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോവാണ്. നിങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം സെയിം സംഭവം. അവന്റെ ഒരു പാറ്റേൺ എന്താന്ന് പറയും? അതായത് എങ്ങനെ നിങ്ങളെ അടുത്ത് അപ്രോച്ച് ചെയ്തത്? ആള് നമ്മളോട് വന്നിട്ട് പ്രൊമോഷന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടായിരുന്നു. പിന്നീട് ഞങ്ങള് പ്ലാൻ ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മള് ഓക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി ഓക്കെ പറഞ്ഞു നമുക്ക് ചെയ്യാം. പക്ഷെ ഇതില് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളാണ് ലൈക് പ്രൊമോഷൻ ആണെങ്കിൽ അവർ ഫുള്ള് ആ കമ്പനി ബെയർ ചെയ്യണമല്ലോ. നമ്മളാണ് എക്സ്പെൻസ് ഒക്കെ കാര്യങ്ങൾ എടുത്തത്. പുള്ളി വളരെ ഒരു ചെറിയ ശതമാനം എടുത്തിട്ടുള്ളത്. നമുക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ കൊളാബാണ്. തിരിച്ചെത്തി ഇനിയിപ്പോ ഇങ്ങനെ നമ്മള് പേപ്പറിൽ വന്നേരാം 2 കോളം. പുള്ളി പിന്നെ സ്റ്റേന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പുള്ളി പറയുന്ന സ്റ്റേ എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഇയാളും ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാണ്. അപ്പൊ ഞങ്ങള് നോക്കിയത് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇതിനെ വന്നേ നമുക്കുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞ ഗേൾസ് ഓൺലി ട്രിപ്പാണ്. പിന്നെ നമ്മള് സ്റ്റേ നമ്മള് പറയണോടത്ത് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. മണാലി. അപ്പൊ അവിടെ പോയി അതിന്റെ ഇടക്ക് അത് വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മള് പറഞ്ഞോട്ട് നമ്മള് പൈസ ഇട്ടുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മള് പിന്നെ അപ്രോച്ച് ചെയ്തത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഒരു 1.5 പോയി. ഞങ്ങളെ പറ്റിച്ചു. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഗിവ് അവേയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നത്. ഗിവ് അവേക്ക് ഇവനായതുകൊണ്ട് ചിലപ്പോ മറ്റേ അപ്പൊ അതിനെ അപ്രോച്ച് ചെയ്തപ്പോ നമ്മൾ ഓക്കെ ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അന്നേരം നമ്മള് ചെയ്തു കൊടുത്തു. ആദ്യം പറഞ്ഞപ്പോ ഞങ്ങൾ ഒരു ഇത് കാണിച്ച് പിന്നെ ഇയാൾ കൊറേ കൺവിൻസ് ചെയ്ത് പറഞ്ഞു നമ്മള് ജെനുവിനായിട്ട് തോന്നിപ്പിച്ചു. പിന്നെ മീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ മീറ്റ് ചെയ്യാൻ വരുമ്പോഴാണെങ്കിലും ഗേൾസിന്റെ കൂടെയാണ് വരിക. നമ്മൾ നോക്കുമ്പോ സേഫ് ആണ്. അവരുടെ കമ്പനിയിൽ ആൾക്കാരുണ്ട്. ഓരോ നേരം പല പല കുട്ടികളായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആള് ട്രസ്റ്റ് വർത്തി ആണെന്നൊക്കെ നമ്മള് കരുതിയത്. അപ്പൊ അങ്ങനെ ഗിവ് അവേയുടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് ഈ കള്ളങ്ങളൊക്കെ പൊളിയുന്നത് മനസ്സിലായത്. ഗിവ് അവേയില് പിന്നെ ഒരു തിരുമറി ഉണ്ടായിരുന്നു. അത് 2 പേര് പോയി. 3ാമത് ഒരാൾ ഇവൻ അറിയുന്ന ആരുമായിരുന്നു. അത് ഈ അടുത്ത ഞങ്ങളും അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രിപ്പ് കൊടുത്തത്. അതും മണാലി ഡൽഹി അങ്ങനെയൊക്കെ കൊടുത്തത്. പക്ഷെ അതിൽ നിന്ന് അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ ഈ മൂന്നാമത്തെ ആള് എന്ന് പറഞ്ഞാൽ ഇവൻ അറിയുന്ന ആളുടെ അടുത്തുനിന്ന് അത് വാങ്ങിക്കോന്ന് പറഞ്ഞു. അതായത് 3ാമത്തെ ആള് പോകുന്നില്ല, പക്ഷെ പൈസ കൊടുത്ത് അവിടെ ഒരു പൈസയുടെ ഇടപാട് നടന്ന് ഗിവ് അവേ ആയിരുന്നെങ്കിലും ഫ്രീ ട്രിപ്പ് ആയിരുന്നല്ലോ. അങ്ങനെ ഒരു തിരിമറിയും ഉണ്ടായിട്ടുണ്ട് അവിടെ. ഗിവ് അവേ കഴിഞ്ഞിട്ടാണ് നമുക്ക് DM-ന്റെ പെരുമഴ പാരഗ്രാഫോട് അതായത് നിങ്ങളെ ആദ്യം ഒന്ന് കൺവിൻസ് ചെയ്ത് അവര് ഈ പാക്കേജിന് കൊണ്ടുപോയി. അതിനുശേഷം നിങ്ങളെ ബ്രാൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റിച്ചു. അത് ബാക്കിയുള്ളവരും ഓബിയസ്ലി കാണുമ്പോൾ നിങ്ങളെ പേരും നിങ്ങളെ ഫേസും വരുമ്പോ പിന്നെ നിങ്ങളുടെ അടുത്താണല്ലോ വിശ്വസിച്ച് പോവുകയും ചെയ്യും, നിങ്ങളുടെ അടുത്ത് വരും ചെയ്യും. അങ്ങനെ അവര് ഇങ്ങനെ പറഞ്ഞപ്പോ 1.5 ലക്ഷം കേട്ടപ്പോ ഞങ്ങള് കണ്ണുകളിപ്പോയി. എത്ര പേർക്ക് ഇങ്ങനെ പൈസ പോയിട്ടുണ്ട്? പേർക്ക് പോയിട്ടുണ്ട്. എല്ലാം
50,000 1 ലക്ഷം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് അങ്ങനത്തുള്ള ഇടപാടുണ്ട്. പിന്നെ ഈ ഡബ്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് ഈ 3 ലക്ഷം വരെ പോയ ആൾക്കാരുണ്ട്. ഡബ്ലിംഗ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഡബ്ലിംഗ്. പക്ഷെ നമ്മളിപ്പോ ഇല്ല, ഞങ്ങളുടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇതെന്താ പറയാ, നമ്മളെ നാട്ടില് ഒരു 5 കൊല്ലം 10 കൊല്ലം മുമ്പേക്കാണ് ഈ ഡബിളിങ്ങിന്റെ സീനൊക്കെ ഉണ്ടായിരുന്നത്. 5 കൊടുത്താൽ 10 കിട്ടും. ഇപ്പൊ കുറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ട് ഇവിടെ ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കാന്നാ തോന്നുന്നു കൊച്ചിയില്. നാളെ ചിലപ്പോ മറ്റേ ഇതൊക്കെ ആയിട്ട് വരും, മായാവീന്റെ വടി അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റേജ് അതാണ്, മോൺസൺ മാവുങ്കൽ പോലെ എന്തെങ്കിലുമൊക്കെ പുരാവസ്ഥയൊക്കെ ആയിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ കൺസേൺ ഇപ്പൊ വേറെ ഒന്നുമല്ല, ഇവരെ വെച്ചിട്ട് മറ്റേ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോയി. ഓർമ്മിപ്പിക്കല്ലേ, 10 ലക്ഷത്തിന്റെ ക്ലോത്തിങ് ബ്രാൻഡ്. ലാസ്റ്റ് നമ്മളെ ഉണ്ടാവുള്ളൂ, നമ്മളും കുറച്ച് തുണി ഉണ്ടാവും, 10 ലക്ഷം നമ്മുടെ തലയിലും ഉണ്ടാവും. ഇത് നിങ്ങളെ ടാർഗറ്റ് ചെയ്തപ്പോ ഇങ്ങനെ വന്നു, നിങ്ങൾക്കത് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ ആളുകൾ ഗിവ് അവേ കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ പൈസ നഷ്ടം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓക്കെ. ഇതിന് മുമ്പ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വെച്ച് ചെയ്തുള്ള നമുക്ക് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ വേറെ വെച്ച് അതറിയത്തില്ല. പക്ഷെ വേറെ മുന്നേ ഉള്ള എക്സ് എംപ്ലോയീസ് വന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മള് വീഡിയോ ഇട്ടതിന് ശേഷം അവര് പറഞ്ഞത് എന്റെ വണ്ടി അവൻ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പല സ്ഥലത്തും പണയം വെച്ചിട്ട് പൈസ വാങ്ങി, അയാൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ മോശം സാധനങ്ങൾ ഇറക്കി അയാൾക്ക് സാലറി നീട്ടി കൊടുത്തിട്ടില്ല. ചെറിയൊരു കട ഉണ്ട്, പട്ടിക്കൂട് പോലത്തെ ഒരു റൂമുണ്ട്. സോറി, പട്ടിക്കൂട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പട്ടി സാർ എന്തോ അതെ, ഞാൻ പട്ടിക്കൂടിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. പട്ടികൾ ഭയങ്കര ട്രസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ബിസ്ക്കറ്റിനുള്ള അൺലിമിറ്റഡ് സ്നേഹമാണ് അവര്. ഇതിങ്ങനെ ആളെ പറ്റിക്കാൻ ഇറങ്ങുന്ന ആളുകള് അവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറൊരു ടൈപ്പിനായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം സംഗതി. അപ്പോൾ ഇവരെ വെച്ച് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ നോക്കി, പറ്റിച്ച് ഇവരെയും പറ്റിക്കാൻ നോക്കി, ഇവരെ മുഖം കാണിച്ച് നാട്ടുകാരെയും പറ്റിക്കാൻ നോക്കി. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടും ഇപ്പൊ ആൾക്കാർ നമ്മളിലൂടെ അല്ലെങ്കിൽ വേറെ അപ്രോച്ച് ചെയ്താലും ഇവൻ പറഞ്ഞ് ഞാൻ നല്ലൊരു മനുഷ്യനാണ്, എന്റെ കമ്പനിയൊക്കെ എക്സിസ്റ്റ് ആണ് പക്ക. നോക്കുമ്പോ പല സമയത്ത് പല പെൺകുട്ടികളും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവൻ തന്നെ കാണിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഇതാക്കിയതിന്റെ മാത്രമല്ല അതെന്തോ പറഞ്ഞേ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് നിങ്ങൾ മാറിയതാണ്, അല്ലാതെ അവന്റെ ഭാഗത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിൽ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേരും വിവരവും അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ബ്ലർ ചെയ്തിട്ട് ഒരു ഫോട്ടോ കൊടുക്കാം, ബ്ലർ ചെയ്തിടാം. കാരണം ഇവര് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേസും കാര്യങ്ങളും ആയതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഫേസ് കാണിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ നിങ്ങൾ കൊടുത്ത കേസിൽ ഏത് വകുപ്പ് ഇട്ടേന്നും കൂടി നോക്കാം. എത്ര പേര് കേസ് കൊടുത്തിട്ടുണ്ട്? കഴിഞ്ഞൊരു 10-15 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 വർഷം മുന്നേ. ഇപ്പൊ 10 പേര് ആയേക്കുന്നു. അതങ്ങനെയാണ്. ഈ വിസ തട്ടിപ്പ്, പാക്കേജ് തട്ടിപ്പ്, ഇങ്ങനത്തെ തട്ടിപ്പൊന്നും പ്രത്യേകിച്ച് ആരും പിടിക്കൂല. പിടിച്ചു കഴിഞ്ഞാൽ അത് പുറം ലോകം അറിയൂല, പൈസ പോകേണ്ടവര് പോവുകയും ചെയ്യും. ആ ഒരു അവസ്ഥയിലാണ്. കേസ് കൊടുത്തോ എനിക്ക് നാണില്ല മാനില്ല അങ്ങനെ പറയുന്നത്. എനിക്ക് നാണില്ല ഉളുപ്പില്ല. എന്നിട്ട് ഇവര് പൈസ വെച്ച് വിളിക്കുമ്പോ ഇവൻ പറയാണ് എനിക്ക് നിന്റെ കോളൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൈസ അവരെയുള്ള പോയത് ഇവന്റെ അല്ലല്ലോ. ഇങ്ങനത്തെ ഉടായ്പകളെ ശ്രദ്ധിക്കുക. ആൻഡ് ഇതേപോലെ ഏതെങ്കിലും ഒരു പാക്കേജോ കാര്യത്തിലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രൊമോഷൻസ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് ചെയ്യാറുമുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളാണല്ലോ പ്രൊമോഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ഇതേമാതിരി ഉടായ്പകളാണെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റും. വൺസ് ഇവർ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് അവരെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഏത് പ്ലാറ്റ്ഫോം വഴി എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമതും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇവർ ഓൾറെഡി അത് റിപ്പോർട്ട് ചെയ്ത് കേസായൊരു സംഗതി ആവുമ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല. അപ്പം നിങ്ങളുടെ കണ്ണിൽ ഇനീഷ്യലി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇവരെ DM ചെയ്യുക. പിന്നെ നിങ്ങൾ ആര് ത്രൂ ആണോ ഇങ്ങനത്തെ പാക്കേജുകളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ എന്ത് ഓട്ടറോ ഒരു ഇത്ര പൈസ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഇത്ര പൈസ ചിലവാക്കുന്നതിന് മുമ്പ് ആ സംഗതി ചിലവാക്കുന്നത് ഒരു ഉടായ്പ പരിപാടിയിലാണോ എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ ഒന്ന് മൊത്തത്തിൽ നോക്കണം. അല്ലാതെ നേരെ പോയി ചാടിയിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഇതേപോലുള്ള ഉടായ്പകളിൽ പോയി പെടാതിരിക്കുക. ഇതിൻ്റെ ഫെല്ലോ ഇൻഫ്ലുവൻസേഴ്സിനോടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഇന്നത് തരാം ഇത്ര തരാം നിങ്ങളെ വെച്ച് എന്തെങ്കിലും ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ ശേഷം പാടാണ്. ഇപ്പൊ ഇങ്ങനത്തെ പോലെ അല്ല ഇതെന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ശരിക്കും പഠിക്കുന്നത് നമ്മള്. കാരണം നമുക്ക് ഈ എല്ലാ സൈഡിൽ നിന്നും പ്രഷർ വരുമ്പോൾ ആകെ പണി പാടും. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങളെ ബാക്കി കാണും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരുടെ ഒരു ചോദ്യമുണ്ട്, ഓ അതൊക്കെ ചെയ്യാൻ നിന്നിട്ടല്ലേ വേറെ പണിക്ക് പോയിക്കൂടെ, ഈ ചോദ്യം അവർ ചോദിക്കും. ലാസ്റ്റ് ഈ ഉടായിപ്പിച്ച് പോയവൻ എന്തില്ല, സീനിലില്ല. മീഡിയക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നാളെന്താ വരിക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ അവരിട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അതും വലിച്ചു കയറിൽ വരാൻ പോണ നമ്മളെ ഭാഗത്തായിരിക്കും. സോ മാക്സിമം ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉടായ്പ നടക്കുന്നത് ഇങ്ങനത്തെ ടൂർ പാക്കേജിന്റെ മുകളിലാണ് അല്ലേ, കുറേ കേസ് ഉണ്ട് തോന്നുന്നു. പിന്നെ ഇതേമാതിരി ഗിവ് അവേ ആണെന്നുണ്ടെങ്കിലും നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകൾ പക്കയായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇല്ല ഇതിൽ നിന്നും പൈസ അടിച്ച് മാറ്റി ഇത് നല്ല വഴിയാണല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നവന്മാരും ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്ത് വിട്ട് ആളുകൾ തന്നെ, അല്ലാതെ കൂടുതൽ ആൾക്കാർ അറിയുന്ന ആൾക്കാർക്ക് കൊടുത്തോണ്ട് അത് ഓഡിയൻസിന് അറിയില്ല തോന്നുന്നു, മനസ്സിലാവില്ല അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതും ഈ പൈസയോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് നോക്കാം. ഈ ടൂർ പാക്കേജിൽ ആര് പോയി എപ്പോൾ പോയി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്താണെങ്കിലും ഈ ചെങ്ങാതിനൊന്ന് സൂക്ഷിച്ചോ. പേരൊന്നും ജംഷീദ് എന്നാണ് പേര്, മുഹമ്മദ് ജംഷീദ്, പട്ടിക്കാട്. സോറി ടു സേ ദാറ്റ്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാരണം ആള് കണ്ട ഭയങ്കര ഫ്ലേർട്ടിങ്ങാ. പെൺകുട്ടികളാണെങ്കിൽ നേരിട്ട് കാണണം, നേരിട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ വരൂല. നട്ടപ്പാതിരാക്ക് വരെ മീറ്റിംഗ് ആണ്. ഷുഗർ ഡാഡിയാണ്. ഷുഗർ ഡാഡിക്ക് കുറച്ചുകൂടെ സ്ട്രഗിൾ ഇല്ലേ? ചേടാ ഇന്നാലും ഇങ്ങനൊരു ബിരുദം ഇത്ര പ്രപ്പോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങള് ചെയ്തിട്ടില്ല, കാര്യമില്ലാതെ മനസ്സിലായിട്ടായിരിക്കും. പ്രപ്പോസ് എടാ ഇങ്ങനെ ഇത്ര ഉടായ്പ കാണിച്ച് ജീവിക്കണമെങ്കിൽ നല്ലത് എന്താ അറിയോ, ഒന്നുമില്ല. എവിടെയെങ്കിലും ഇവര് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൈഡില് നമുക്ക് ആവുന്ന ഒരു അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇതിനെ പോലെ കാറിൽ നിന്ന് ചുമ്മാ വീഡിയോ ഇട്ടിട്ട് അതെങ്കിലും തന്നെ ഏതെങ്കിലും വണ്ടിയിൽ ഓണാക്കി വെച്ച് എന്തെങ്കിലും പറഞ്ഞ് നാക്കിട്ടടിച്ചിട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ വിഷയമല്ല. ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന വലിയ സീനാണ്. അതും ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോ നമ്മളെ എത്ര പേര് ഒരാൾക്ക് കിട്ടാൻ പറ്റും ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്ത്. അതുകൊണ്ട് പിന്നല്ലാണ്ട് നേരത്തെ മറ്റേ സ്വർണം പോയി എന്ന് പറഞ്ഞു. സ്വർണം പോയി ഒരു കൊച്ചിന്റെ. അത് ഒരാളാണ് ഇപ്പൊ നമ്മള് നിലവിൽ നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. ചില ആൾക്കാർക്ക് പുറത്ത് പറയാൻ തന്നെ എന്താണെങ്കിലും ഇങ്ങനത്തെ ഉടായ്പകൾ ഒരുപാടുണ്ട്. പിന്നെ ജംഷീദ് വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചേട്ടനോട് ചെയ്തോണ്ട് ഒന്നുകൂടെ ഒന്ന് മാനിച്ച പിള്ളേർക്ക് സെറ്റിൽമെന്റ് ചെയ്യണം. അതില്ല, അതായത് ആദ്യത്തെ 1-2 വീഡിയോ ആകുമ്പോ ഒരു പേടി വരും, പിന്നെ 2-3 വീഡിയോ കൂടി ആവുമ്പോ ശീലാവും. പിന്നെ എന്ത് പറയുന്നറിയോ, ഇതിന്റെ മുഖം എവിടെയും വരുന്നില്ലല്ലോ, ഫേസ് എവിടെയും വരുന്നില്ല. പിന്നെ ഇപ്പം ബ്രാൻഡിന്റെ പേര് മാറ്റാൻ സുഖമില്ല, ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ചെയ്ത് പുതിയ ബ്രാൻഡ് വരാമല്ലോ, വിഷയമല്ല. പിന്നെ ഇത് കണ്ടുവന്നിട്ട് ഇവൻ പറയുന്നത് ഇവനൊരു മൂവി ഉണ്ടാക്കിയായിരുന്നു, ഒരു സ്റ്റോറി. അതില് നൂറുണ്ട്, അതിലുണ്ട് ഈ ഫ്രോഡ് ജംഷീദ് ഉണ്ട്, ഒരു ഏജൻസി ഉണ്ട്. നൂറ് അതിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് ഇപ്പൊ ഈ പറയുന്നതും ഇനിയിപ്പോ ചേട്ടനുണ്ടാവട്ടെ മൂവിയിൽ പറയാൻ പറ്റില്ല. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ നൂറ് അതിലും ഈ ഏജൻസി ഇവന് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അത് ഇവന്റെ മിസ്റ്റേക്ക് അല്ല, ഏജൻസിയുടെ മിസ്റ്റേക്ക് ആണ്. എന്നിട്ട് അതിന്റെ ദേഷ്യം ഇവനോട് വന്ന് തീർക്കാണെന്നാണ് പറയുന്നത്. ആർക്കറിയ ഏജൻസി ഉണ്ടോ? അല്ല ഈ ഷർഗാവി എന്ന് പറഞ്ഞ സാധനം വേറെ ഏതോ ആണ് അവൻ ഉദ്ദേശിച്ചത്. വേറെ ഇവന്റെ ബ്രാൻഡിനെ പൊട്ടിക്കാൻ വേറെ ബ്രാൻഡിന്റെ പറഞ്ഞു നടക്കുന്ന അങ്ങനെ ഞങ്ങൾ അതുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. ചേട്ടൻ സൂക്ഷിക്കണോട്ടെ ഏജൻസി. അല്ല ഞാൻ കൊറേ മറ്റേ രാജരാജേശ്വരി അധോലോകത്തിന്റെ ഭാഗമാണ് കൊറേ ആൾക്കാർക്ക്. ഞാൻ അങ്ങനെയാണ്. പിന്നെ ഞാൻ കൊറേ പേരെയും കൊറേ പ്രസ്ഥാനം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നവനാന്നുള്ള ഒരു പൊതുവെ പേര് എനിക്കുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ കൂട്ടത്തിൽ ഇവനും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മലപ്പുറത്തല്ലേ, കുഴപ്പമൊന്നുമില്ല. പെരുന്തമണ്ണിയും പട്ടിക്കാടൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടുന്നാണ് അങ്ങനെ നേരിട്ട് വന്ന് ഇനിയിപ്പോ ഇവനൊരു സൈഡ് പറയാനുണ്ടെങ്കിലോ ഉണ്ടാവോ മുട്ട് തമ്മില് കൂട്ടിമുട്ടും. അല്ല അതെന്താ പറയുക, ഒരു വെല്ലുവിളി കൂടിയാണ്. ഇവര് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ നോക്കുമ്പോ ഈ ചങ്ങാതി ഭൂലോക പേടിത്തൂറിയെന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ അങ്ങനെ അല്ല കാര്യങ്ങള്, നിങ്ങൾക്ക് വല്ലതും പറയാണ്ടെന്നുണ്ടെങ്കിൽ വന്നോട്ടെ, വന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോ നിങ്ങളെ കുറിച്ചൊരു അലിഗേഷൻ വരുമ്പോ നിങ്ങൾക്ക് പറയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് പറയണം എന്നാണെന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അതും എല്ലാവരും അറിയാൻ പറയണല്ലോ. അത് കുറച്ച് അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മള് കുറ്റം പറയണോട്ട് അത് ചെയ്യരുത് പ്ലീസ്. ഈ ജംഷീദിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ സ്വന്തം ഏതെങ്കിലും ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ആ ലിങ്ക് ഇവർക്ക് അയച്ചു കൊടുത്താൽ മതി, ഇവരതിനെ റിയാക്ട് ചെയ്തോളും. എന്നാലും കുഴപ്പമില്ല. ഇന്നാലും പ്രശ്നം ഇപ്പൊ ആരെങ്കിലും കണ്ടു പറയാനുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏതെങ്കിലും ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തു,
ബാക്കി കാര്യം ഇവര് സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെ ഷെർഗാവി ചെയ്യുന്നത് കൊണ്ട് തന്നെ ജംഷിദിന് അതിന് പിന്നെ വേറെ ഇതൊന്നും വേണ്ടിയല്ല, എല്ലാം അറിയാലോ അല്ലേ. അത് ഹാൻഡിൽ അതും പറയും. ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണേ ചേട്ടനെ കൂടെ DM ചെയ്യാം അല്ലേ. ഞങ്ങളോട് അപ്രോച്ച് ചെയ്തിരുന്നു. വേണ്ട മോനെ, എനിക്ക് ഉള്ള ഹാൻഡിൽ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഓടും അതാണ് നല്ലത്. അപ്പൊ എന്താണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പൈസയോ സാധനങ്ങളോ ഇൻവെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും കാണും. ഒന്നുമില്ലെങ്കിൽ ആ ചെയ്ത ആളുകളെ ഒന്ന് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുക. ഇത് ഈ കമ്പനി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. പിന്നെ ഒരു സ്റ്റേജിൽ ആദ്യമേ ചാടി കയറിയിട്ട്, പ്രത്യേകിച്ച് പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കയറിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം പല ഓപ്ഷൻസും വേണമെങ്കിൽ നോക്കിക്കോ, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവര് ഇപ്പൊ ജെനുവിൻ ആണെന്ന് കാണിക്കുന്ന ലൈക്ക് ഇൻവോയ്സ് വരെ കൊടുത്ത ആൾക്കാരുണ്ട്. അത്രക്ക് ജെനുവിനിറ്റി കാണിക്കുന്നുണ്ട്. വോയിസ് ജെനുവിനിറ്റി എഡിറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉണ്ടെന്നല്ലോ, പവർ പോയിന്റ് ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അല്ല, അത് ആൾക്കാർ വിശ്വസിച്ച് പോകും. ഓക്കെ, എനിക്ക് ഇൻവോയ്സ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും തട്ടിപ്പ് വരാണെങ്കിൽ എനിക്കിത് കാണിക്കാലോ എന്നുള്ളത്. GST ടിന്ന് പിന്നെ അതോടെ സൂക്ഷിക്കുക, എല്ലാം സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ഉടായ്പകളിൽ പോയി ചാടാതിരിക്കുക. പിന്നെ ഇനി ഇങ്ങനത്തെ ഒരു ഉടായ്പിന് അടുത്ത് പോയി പെട്ട് കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആ കേസിലൂടെ നിൽക്കണം. ഇവരൊക്കെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ ആരൊന്നുമില്ല, സോഷ്യൽ മീഡിയയിലുള്ള ഒരു കേസാണ്. അല്ല, കേസ് കൊടുത്ത് തൊലിക്കട്ടി എന്ന് പറയാൻ കാരണം ഇവിടുത്തെ പോലീസിന് നിയമത്തിനുള്ള വെല്ലുവിളിയാണ്. തൃക്കാക്കര സ്റ്റേഷനിൽ പിന്നെ അവിടെ കേസ് കൊടുത്ത് ഇത്രയും സ്റ്റേഷനിലുള്ള പോലീസുകാർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നാളെ ഇനി ആരെങ്കിലും കൊല്ലണം, അത് ഇനി നാളെ ഇപ്പം വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമുള്ള പരിപാടിയാണ്. കേരള ആൾക്കാർ കഷ്ടപ്പെട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരാള് വിളിച്ചിട്ട് എക്സ് എംപ്ലോയി ആണ്, അയാള് അത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനിൽ ലക്ഷക്കണക്കിനാണ് അയാൾക്ക് കടം വന്നേക്കണം ഈ ഒരു ഫ്രോഡ് കാരണം. നമുക്കത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഇത് മാത്രമല്ല, വളരെ മാന്യമായിട്ട് പാക്കേജുകൾ കൊടുത്ത് ടൂറിസം ട്രാവൽസ് ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഉടായ്പകൾ നിങ്ങൾക്കൊരു വെല്ലുവിളിയാണ്, കാരണം നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടിയാണ് പോകുന്നത്. സോ നിങ്ങളും കൂടിയും ഒന്നില്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക, അതിലും ഓറേനെയും കോൺടാക്ട് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങളും ഇവനെതിരെ ഒരു കേസ് കൊടുക്കുക. അത് അസോസിയേഷനൊക്കെ ഉണ്ടാവുമായിരിക്കും, നിങ്ങളും ഒരു കേസ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പകളൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുകളെ പറ്റിച്ച് തന്നെ പോകും ഇവർ. പ്രത്യേകിച്ച് ലേഡീസിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നതായതുകൊണ്ട് പലരും പുറത്ത് വരാനും പഠിക്കും. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ചെയ്ത ആ ഒരു വർക്കിലൂടെ ഇവരുടെ ഫേസ് വെച്ച് അവൻ വിൽക്കാൻ നോക്കിയപ്പോൾ ഇവർക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലായി. നാളെ അവർ പെടുന്നതായപ്പോൾ ഇവർ പുറത്തു വന്നു. കാരണം ഇവരൊന്ന് സോഷ്യൽ മീഡിയ ഫേസ് ആയതുകൊണ്ട് ഇവർക്ക് പുറത്തു വന്ന് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവർക്ക്. അതെ, റെസ്പോൺസിബിലിറ്റിയാണ്, അതുകൊണ്ട് ഇവർ ചെയ്തു. ഇതൊന്നും പറ്റാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ ഒരു കാരണവശാൽ ഭയക്കണ്ട. നിങ്ങൾ പറ്റിച്ചിട്ടുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ വന്ന് പറ. പറ്റിപ്പിന് എന്താണെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങളെ സൈലൻസ് അടുത്ത ആളെ പറ്റിക്കാനുള്ള ലൈസൻസ് ആയിട്ട് ഇങ്ങനത്തെ ആളുകൾ എടുക്കും. ഞങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പേയ്മെന്റ് ആവശ്യത്തിനോട് ഞങ്ങൾ വിളിക്കുമ്പോഴേക്കും അതിന് റിപ്ലൈ തരേണ്ട ഒരു ആവശ്യം നീ എന്താ പറയുന്നത്? ഞാൻ കാരണം നീ ഈ ഒരുമാതിരി ഇത്ര മാന്യത കാണിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത്ര വലിയ മാന്യം സമ്മേളനം ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് അറിയാം എന്താണ് മുഹമ്മദ് ജംഷീദ് എന്നുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഒരു അത്യാവശ്യം നീ ഇപ്പൊ ഈ പറയുന്ന മാതിരി പൊട്ടൽ നിനക്ക് മാത്രമല്ലല്ലോ, ഞങ്ങൾക്കും ആവശ്യമില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും പേയ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയല്ലേ, ഓരോരുത്തർ അതിന് വേണ്ടിയാ. അപ്പൊ നിനക്ക് നിന്റെ പ്രശ്നം വരുമ്പോഴേക്കും അത് മറ്റുള്ളവരാ. നീ ഇതിന് മുന്നേ കേവലം മുന്നേ എന്താ പറഞ്ഞത്, ഒരു വരത്തില്ല എന്തൊക്കെ എന്ത് സാധനം വിട്ടിട്ടാലും ഞാൻ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നൊക്കെ പറഞ്ഞില്ല. നീ എന്തൊക്കെ തോന്നാൻ ഞങ്ങളോട് പറഞ്ഞേക്കണം. നിന്റെ സമയത്തിന് പോലും എന്തെങ്കിലും വിലയുണ്ടോ? നിനക്ക് ഈ ഓരോ മീറ്റിംഗ് ഉണ്ടാക്കാനായിട്ട് വിളിക്കുമ്പോൾ എന്തൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ഓഫീസിൽ പോയിട്ട് ഒട്ടും വയ്യാണ്ട് പോലും നീ ഓരോ മീറ്റിംഗ് വിളിക്കുമ്പോൾ വന്നത് നിനക്ക് എന്തായാലും നിനക്ക് അറിയാം ഞങ്ങൾക്കുള്ള പേയ്മെന്റ് നീ തരത്തില്ല, ഡിലേ വരുമ്പോൾ നിനക്ക് അറിയാം. അപ്പൊ നിനക്ക് അതെങ്കിലും ഞങ്ങൾ ചെയ്യാണ്ടിരുന്നത് എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ പോലും ഞാൻ നിന്റെ ചെക്കിന് വേണ്ടി ഇതിന് വേണ്ടി പോയിട്ടുണ്ട്. അത്ര ഗതികെട്ടാണ് നിനക്ക് ആ ചെക്ക് തിരിച്ചു തന്നത്. കാരണം അങ്ങനെയെങ്കിലും പേയ്മെന്റ് കിട്ടുമോ? അത്രയും അത്യാവശ്യം വന്നിട്ട് പോലും നീ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും കാണില്ല. നീ ഇതൊന്നും അല്ല ഞങ്ങൾ കയറുന്ന സമയത്ത് പറഞ്ഞത്, ഇതൊക്കെയാണോ നീ പറഞ്ഞത്? ഇപ്പൊ നമുക്ക് മാനയായിട്ടുള്ള വർത്തമാനം കേട്ടത്തോളും ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തിട്ട് നീ ന്യായീകരിക്കണം. എന്നിട്ട് കാണാത്തില്ല ഇത് പറയാനായിട്ട്. പിന്നെ നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ടും ട്രാൻസ്ഫർ നടക്കാൻ ഒന്നും ആലോചിക്കുന്നത്? നീ ആരോടായി പറയുന്നത്? നിന്റെ റെസിപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അത് മനസ്സിലായത് ശരിയാ. പക്ഷെ അത് കഴിഞ്ഞ് നിന്നെ ഓരോ തവണ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയാവുന്ന നോളജ് HDFC ബാങ്കിൽ എന്നെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നീ ഓരോ ന്യായങ്ങൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നീ ഡിലേ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ പേയ്മെന്റ് തരുന്ന ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഞങ്ങൾ അവിടെ വെക്കുന്നില്ല. ചെക്കിന്റെ ഇഷ്യൂ വന്നപ്പോഴേക്കും അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചതാണ് അത് ഡ്രോയർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്നുള്ളത്. നീ പറയുന്ന പോലെ ബാങ്കിന്റെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അത് അവിടെ വന്നാലേ റെസിപ്പിയന്റിന്റെ ബാങ്കിന്റെ ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നതെന്ന് വന്നാലേ അവിടെയൊക്കെ നീ തള്ളിയിരുന്ന് ന്യായീകരിച്ചു. നീ ഈ ന്യായീകരിക്കണ ന്യായീകരണം ശരിക്കുള്ള ബാങ്കിൽ പോയിട്ട് നീ പറയട്ടെ അവർ ശരിയാന്ന് പറയുമെന്ന്. പിന്നെ ഈ പറയുന്ന പേയ്മെന്റ് നീ സെറ്റിൽ ചെയ്യുന്നു, നീ എവിടെ നിന്ന് എടുത്താ സെറ്റിൽ ചെയ്യുന്നത്? നിന്റെ വീട്ടിൽ പോയിട്ടോ?
ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നിന്റെ വീട്ടിൽ പോയിട്ടാണോ നീ സെറ്റിൽ ചെയ്യാനായിട്ട് പോകുന്നത്? നീ മറ്റേ പട്ടിക്കുടി എവിടെയായിരുന്നു കറക്റ്റ് പേരുത്തത്? ഓഫീസിലുള്ള പട്ടിക്കാട്. പട്ടിക്കാടിൽ പോയിട്ട് അവിടെ ഓഫീസിന്റെ അവിടെ നിന്നൊക്കെ കടം മേടിച്ച് നീ മുങ്ങിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആൾക്കാരുടെ നീ കടം മേടിച്ച് മുങ്ങിയേക്കണത്. നീ പോണിടത്തെല്ലാം ഈ പരിപാടി കാണിച്ചിട്ട് നീ ഇപ്പൊ പറഞ്ഞു വന്ന് പറയണത് ഞങ്ങളുടെ പേയ്മെന്റ് നീ സെറ്റിൽ ചെയ്യുന്നു. ആഹാ, നല്ല കാര്യം. വീഡിയോ വരാൻ വേണ്ടി കാത്തിരിക്കണായിരുന്നോ ചേട്ടനത് ഇപ്പൊ സെറ്റിൽ ചെയ്യാനായിട്ട്?